ഹലോ! എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുക്കുകാളിൻ്റെ റെസിപ്പിയാണ് ട്ടോ. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ കുറുക്കുകാളനാണ് ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് സദ്യയിൽ മെയിനായിട്ടുള്ള ഒരു ഘടകമാണല്ലേ കുറുക്കുകാളൻ. അത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചേന ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കായ ഇതേപോലെ ഒരു കായ എടുത്തിട്ടുണ്ട്. ഇതും തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പം നിങ്ങൾക്ക് ചേന ഇല്ലെങ്കിൽ കായ മാത്രം ഇട്ടിട്ടും കാളൻ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇതിനെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒന്ന് വരിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കായും അതുപോലെ തന്നെ ചേനയൊക്കെ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേന ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഇതിനെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. കായ ജസ്റ്റ് ഒന്ന് നടുവൊന്ന് കീറിയിട്ട് ഇതിന് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ രണ്ടും ചേനയും കായും ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് കായും ചേനയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പച്ചമുളക്, അതുപോലെ കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് വെള്ളമായിരിക്കും ഈ ചേനയും ഈ കായൊക്കെ വേവാനായിട്ട്. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചെരുകിയത് ഒരു 1/2 കപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അപ്പോൾ ഇതൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 5 ചെറുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കുരുമുളക് അതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ അരച്ചെടുക്കാം. ഇനി നമ്മുടെ കായും ചേനയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൽ ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം അവിടെ തന്നെ ഇരുന്നോട്ടെ. കാരണം നമുക്ക് ഇനി ഈ അരപ്പും കൂടി ചേർത്ത് വരുമ്പോൾ ആ വെള്ളം അവിടെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അരപ്പും കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് തിളച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളയൊക്കെ വരണം. കാരണം നമ്മൾ ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അതൊന്ന് മാറിക്കിട്ടണം. അപ്പം അതിനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ജീരകത്തിൻ്റെയും നാളികേരത്തിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചോവ ഉണ്ടാവുന്നത് കൊണ്ടാണ് വീണ്ടും ഇതൊന്ന് തിളച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. മാത്രമല്ല ഇനി ഉപ്പിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് നല്ല രീതിയിൽ തന്നെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരുണ്ടല്ലോ അത് നമുക്കിത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാളൻ്റെ 1/4 ഭാഗം ഇവിടെ റെഡിയായി കറി. ഇനി ഇത് ഇതിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുറുകിക്കോളും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് താളിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച്
മുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നേരെ ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ആ കറിയിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി. അപ്പോൾ നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാളൻ്റെ റെസിപ്പിയാണ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ കുറുക്ക് കാളൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.